ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 11-ാമത്തെ അധ്യായം. ഇതിനകത്ത് മനുവിൻ്റെ സാന്ത്വനവും ആ യുദ്ധത്തിൻ്റെ സമാപനവും. ആദ്യത്തെ ശ്ലോകം മൈത്രേയ ഉവാച നിശമ്യഗതതാം ഏവ ഋഷീണാം ധനുഷിധ്രുവഃ സന്ദധേസ്ത്രമുപസ്പൃശ്യ യന്നാരായണ നിർമ്മിതം. നിശമ്യഗതതാമേവ ഋഷീണാം ധനുഷിധ്രുവഃ സന്ദധേസ്ത്രമുപസ്പൃശ്യ യന്നാരായണ നിർമ്മിതം. കഴിഞ്ഞ അധ്യായത്തിൽ അവസാനം ആ മുനിമാർ ആ ധ്രുവന് ആ യുദ്ധത്തിൽ വിജയം ഉണ്ടാവട്ടെ എന്നൊക്കെ ആശംസിച്ചു. അങ്ങനെ ആ ധ്രുവൻ ഈ മുനിമാർ അവരുടെ ആ വാക്കുകളൊക്കെ കേട്ടിട്ട് ജലം എടുത്തിട്ട് ആചമിച്ചിട്ട് നാരായണനാൽ നിർമ്മിതമായിട്ടുള്ളൊരു അസ്ത്രം, നാരായണാൽ നിർമ്മിതമായിരിക്കുന്ന അസ്ത്രം എടുത്തിട്ട് വില്ലിൽ തൊടുത്തു എന്നുള്ളതാണ്. നിശമ്യ കേട്ടു. ഗതതാം ഏവം ഋഷീണം, ഇപ്രകാരം ആ ഋഷിമാർ പറയുന്നതൊക്കെ കേട്ടിട്ട് ധനുഷി ധ്രുവ, സ്വന്തം ആ ധനുസിനെ എടുത്തിട്ട് സന്ദധേ അസ്ത്രം ഉപസ്പൃശ്യ, അസ്ത്രം തൊടുത്തു. എങ്ങനെ? ജലം ആചമിച്ചിട്ട്. നാരായണ നിർമ്മിതം, നാരായണാൽ നിർമ്മിതമായിരിക്കുന്ന അസ്ത്രം ആ ധനുസിൽ തൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പദങ്ങൾ നോക്കാം. ധ്രുവൻ ഏവം ഇങ്ങനെ, ഗതതാം പറയുന്ന, ഋഷീണാം മുനിമാരുടെ വാക്കിനെ, നിശമ്യ കേട്ടിട്ട്, ഉപസ്പൃശ്യ ജലം ആചമിച്ച്, നാരായണ നിർമ്മിതം നാരായണനാൽ നിർമ്മിതമായിരിക്കുന്ന അസ്ത്രം, തത് അസ്ത്രം ഏതോ അത്, ധനുഷി വില്ലിൽ, സന്ദധേ തൊടുത്തു. ഒന്നുകൂടി പറയാം. ധ്രുവൻ ഏവം ഇങ്ങനെ, ഗതതാം പറയുന്ന, ഋഷീണാം മുനിമാരുടെ വാക്കിനെ, നിശമ്യ കേട്ട്, ഉപസ്പൃശ്യ ജലം ആചമിച്ചിട്ട്, നാരായണ നിർമ്മിതം നാരായണനാൽ നിർമ്മിതമായിരിക്കുന്ന അസ്ത്രം, തത് ആ അസ്ത്രം ഏതോ അത്, ധനുഷി വില്ലിൽ, സന്ദധേ തൊടുത്തു. അപ്പോൾ ഇത് അന്വയം വന്നിട്ട് ധ്രുവ ഏവം ഗതതാം ഋഷീണാം നിശമ്യ ഉപസ്പൃശ്യ നാരായണ നിർമ്മിതം അസ്ത്രം തത് ധനുഷി സന്ദധേ. എന്നുകൂടി പറയാം. ധ്രുവ ഏവം ഗതതാം ഋഷീണാം നിശമ്യ ഉപസ്പൃശ്യ നാരായണ നിർമ്മിതം അസ്ത്രം തത് ധനുഷി സന്ദധേ. ആ ധ്രുവൻ ഇങ്ങനെ പറയുന്ന ആ മുനിമാരുടെ വാക്കിനെ കേട്ടിട്ട് ജലം ആചമിച്ച് ആ നാരായണനാൽ നിർമ്മിതമായിരിക്കുന്ന ആ അസ്ത്രം ഏതോ അത് വില്ലിൽ തൊടുത്തു. ഋഷികളുടെ ഉപദേശം ചെവിക്കൊണ്ട ധ്രുവൻ ജലം ആചമിച്ച് തൻ്റെ വില്ലിൽ നാരായണാസ്ത്രം തൊടുത്തു. അസ്ത്രം പ്രയോഗിക്കുക എന്ന അർത്ഥത്തിൽ സം എന്ന ഉപസർഗത്തോടെ ധാതുവിൻ്റെ രൂപത്തിൽ ആണ് ഇത് പ്രയോഗിച്ചിരിക്കുന്നത്. സന്ദധേ. നാരായണാസ്ത്ര പ്രയോഗം അതിദുർലഭം ആണെന്നാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ പിതാവായിരിക്കുന്ന ദ്രോണാചാര്യരെ അധൃഷ്ടദ്യുമ്നൻ വധിച്ചപ്പോൾ കോപാവേശം കൊണ്ട് അശ്വത്ഥാമാവ് പാണ്ഡവ സൈന്യത്തെ ലക്ഷ്യമാക്കിയിട്ട് നാരായണാസ്ത്രം പ്രയോഗിച്ചതായിട്ട് മഹാഭാരതത്തിലുണ്ട്. ഇതിന് പ്രത്യാസ്ത്രമില്ല. മാത്രമല്ല എതിർത്താൽ ശക്തി വർദ്ധിക്കും. എന്നാൽ ആ ആയുധം ധരിക്കാതെ ഭൂമിയിൽ നിൽക്കുന്നവരെ ഉപദ്രവിക്കില്ല. അതുകൊണ്ട് അപ്രകാരം ചെയ്യുവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവപക്ഷത്തുള്ളവരെ ഉപദേശിച്ചു. ഭീമനൊഴികെ എല്ലാവരും അതനുസരിച്ചു. ഭീമൻ പ്രത്യസ്ത്രം കൊണ്ട് ചെറുത്തു, പക്ഷേ ഫലിച്ചില്ല. ശ്രീകൃഷ്ണനും അർജുനനും കൂടി ചെന്ന് ആ ഭീമനെ ബലമായ രഥത്തിൽ നിന്ന് പിടിച്ച് നിലത്തിറക്കി. അപ്പോഴേക്കും ഭീമൻ്റെ രഥം കത്തുവാൻ തുടങ്ങിയിരുന്നു. അതോടെ നാരായണാസ്ത്രം ശാന്തമായി. അപ്പോൾ ഏവമേതന്ന വോ ഹന്യാദസ്ത്രം ഭൂമൗ നിരായുധാൻ അർജുനോ വാസുദേവശ്ച ത്വരമാണൗ മഹാദ്യുതി അവപ്ലുത്യ രഥാദ്വീര ഭീമമാദ്രവതാം തതഃ. ദ്രോണപർവ്വതത്തിൽ ഭാരതത്തിലെ അതിനെ പറ്റിയിട്ട് ആ നാരായണാസ്ത്രത്തെ പറ്റിയിട്ട് പറയുന്നത്. ആ നാരായണാസ്ത്രമാണ് ഇവിടെ ധ്രുവൻ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആ മുനിശ്രേഷ്ഠന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് ആചമനാദികൾ ചെയ്തിട്ട് ധ്രുവൻ ആ ശ്രീനാരായണാസ്ത്രം തൻ്റെ വില്ലിൽ തൊടുത്തു. മൈത്രേയൻ പറയുകയാണ്, ഇപ്രകാരം ഋഷികൾ പറയുന്നതിനെ കേട്ടിട്ട് ധ്രുവൻ ജലമെടുത്ത് മുഖപാദാദ്യവയവങ്ങളെ ശുദ്ധി ചെയ്തിട്ട് നാരായണ മന്ത്രം ജപിച്ച് അസ്ത്രം തൊടുത്തു. അല്ലയോ വിതുര, നാരായണാസ്ത്രത്തെ തൊടുത്തപ്പോൾ ഗന്ധർവന്മാരുടെ
മായയിൽ നിന്നുമുണ്ടായിട്ടുള്ള മേഘങ്ങളും സമുദ്രങ്ങളും എല്ലാം പരമാർത്ഥ ജ്ഞാനോദയത്തിൽ അവിദ്യാദികളായ ആ പഞ്ചക്ലേശങ്ങൾ എന്ന പോലെ ക്ഷിപ്രം നശിച്ചു. ഇതിലത്തെ ആ വ്യാഖ്യാനം നോക്കാം. ഏകാദശേതു യക്ഷാണാം ക്ഷയം. ഏകാദശത്തിലെ യക്ഷന്മാരുടെ ക്ഷയം ദൃഷ്ടുവ കണ്ടിട്ട് ആ മനുഹു സ്വയം ആ മനു സാന്ത്വനിപ്പിക്കുന്നതായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ആഗത്യ വീരയാമാസ ധ്രുവം തത്വോപദേശത. ധ്രുവന് തത്വോപദേശം ചെയ്യണത്. അപ്പോൾ മൈത്രേയൻ പറയുകയാണ്, ഏവം വദതാം ഋഷീണാം വാചം നിശമ്യ. ഇപ്രകാരം ആ ഋഷിമാരുടെ വാക്കുകളെ കേട്ടിട്ട്, ഏവം വദതാം പറഞ്ഞ ഋഷീണാം വാചം, ഋഷിമാരുടെ വാക്കുകളെ കേട്ടിട്ട്, വാചം നിശമ്യ ധ്രുവോ ധനുഷി. ധ്രുവൻ ആ ധനുസിൽ നാരായണാസ്ത്രം സന്തതേ. നാരായണാസ്ത്രം എടുത്തിട്ട് പ്രയോഗിച്ചു. എന്നുകൂടി പറയാം. ഏവം വദതാം ഋഷീണാം വാചം നിശമ്യ ധ്രുവോ ധനുഷി നാരായണാസ്ത്രം സന്തതേ ദധതേല്ല സന്തതേ. ഇപ്രകാരം ആ വദതാം പറയപ്പെട്ട മുനിമാരുടെ വാക്കുകളെ നിശമ്യ കേട്ടിട്ട് ധ്രുവൻ ധനുഷി ആ ധനുസെടുത്തിട്ട് നാരായണാസ്ത്രം സന്തതേ നാരായണാസ്ത്രത്തെ അയച്ചു. ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ശ്ലോകം നോക്കാം. സന്ധീയമാന ഏതസ്മിൻ മായാഗുഹ്യക നിർമ്മിതാഃ ക്ഷിപ്രം വിനേശുർവിദുര ക്ലേശാ ജ്ഞാനോദയേ യഥാ. സന്ധീയമാന ഏതസ്മിൻ മായാഗുഹ്യക നിർമ്മിതാഃ ക്ഷിപ്രം വിനേശുർവിദുര ക്ലേശാ ജ്ഞാനോദയേ യഥാ. അപ്പോൾ അല്ലയോ വിദുര, ഈ നാരായണാസ്ത്രം തൊടുക്കപ്പെട്ടപ്പോൾ ആ ജ്ഞാനോദയം ഉണ്ടാകുകയാൽ ക്ലേശങ്ങൾ എന്ന പോലെ ആ യക്ഷന്മാരാൽ നിർമ്മിക്കപ്പെട്ട മായകൾ ക്ഷണനേരം കൊണ്ട് നശിച്ചു. അപ്പോൾ നാരായണാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ജ്ഞാനം ആകുന്ന അസ്ത്രമാണ്. ആ ജ്ഞാനമാകുന്ന അസ്ത്രം തൊടുത്ത് വിട്ടപ്പോൾ ജ്ഞാനോദയം ഉണ്ടാവുക കൊണ്ട് ആ ക്ലേശങ്ങളെല്ലാം ഇല്ലാതെയായി. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ക്ലേശങ്ങളെല്ലാം താപങ്ങളെല്ലാം ഇല്ലാതെയാവും. അപ്പോൾ അങ്ങനെ ഇല്ലാതെയായപ്പോൾ ആ ഗുഹ്യകന്മാരാൽ ആ യക്ഷന്മാരാൽ നിർമ്മിക്കപ്പെട്ട മായകളും അവിടെ ക്ഷണനേരം കൊണ്ട് നശിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് പദങ്ങൾ നോക്കാം. ഹേ വിതുര, അല്ലയോ വിതുര, ഏതസ്മിൻ ഈ നാരായണാസ്ത്രം സന്ധീയമാനേ തൊടുക്കപ്പെട്ടപ്പോൾ ജ്ഞാനോദയം ഉണ്ടാവുകയാൽ ക്ലേശാഹ ഐഹിക ക്ലേശങ്ങൾ യഥാ എന്ന പോലെ ഗുഹ്യക നിർമ്മിതാഹ യക്ഷന്മാരാൽ നിർമ്മിക്കപ്പെട്ട മായാഹ ആ മായകൾ ക്ഷണനേരം കൊണ്ട് വിനേശുഹു നശിച്ചു. എന്നുകൂടി പറയാം. ഹേ വിതുര, അല്ലയോ വിതുര, ഏതസ്മിൻ ഈ നാരായണാസ്ത്രം സന്ധീയമാനെ തൊടുക്കപ്പെട്ടപ്പോൾ ജ്ഞാനോദയം ഉണ്ടാവുകയാൽ ക്ലേശാഹ ആ ഐഹിക ക്ലേശങ്ങൾ യഥാ എന്ന പോലെ ഗുഹ്യക നിർമ്മിതാഹ ആ യക്ഷന്മാരാൽ നിർമ്മിക്കപ്പെട്ട മായാഹ മായകൾ ക്ഷണനേരം കൊണ്ട് വിനേശുഹു നശിച്ചു. ഇതിലത്തെ അന്വയം വന്നിട്ട് ഹേ വിതുര ഏതസ്മിൻ സന്ധീയമാനേ ജ്ഞാനോദയേ ക്ലേശാഹ യഥാ ഗുഹ്യക നിർമ്മിതാഹ മായാഹ ക്ഷിപ്രം വിനേശുഹു. എന്നുകൂടി പറയാം. ഹേ വിതുര ഏതസ്മിൻ സന്ധീയമാനേ ജ്ഞാനോദയേ ക്ലേശാഹ യഥാ ഗുഹ്യക നിർമ്മിതാഹ മായാഹ ക്ഷിപ്രം വിനേശുഹു. അല്ലയോ വിതുര, ഈ നാരായണാസ്ത്രം തൊടുക്കപ്പെട്ടപ്പോൾ ആ ജ്ഞാനോദയം ഉണ്ടാവുകയാൽ ആ ഐഹിക ക്ലേശങ്ങൾ എന്ന പോലെ ആ യക്ഷന്മാരാൽ നിർമ്മിക്കപ്പെട്ട മായകൾ ക്ഷണനേരം കൊണ്ട് നശിച്ചു. അല്ലയോ വിതുര, ജ്ഞാനോദയം ഉണ്ടായാൽ ക്ലേശങ്ങൾ എപ്രകാരം നശിക്കുന്നുവോ അപ്രകാരം ആ ധ്രുവൻ നാരായണാസ്ത്രം തൊടുത്തപ്പോൾ ഗുഹ്യകന്മാർ പ്രദർശിപ്പിച്ച മായ പെട്ടെന്ന് നശിച്ചു. വിതുര, നാരായണാസ്ത്രം തൊടുക്കപ്പെട്ടപ്പോൾ ജ്ഞാനത്തിൻ്റെ ഉദയത്തിൽ രാഗാദിക്ലേശങ്ങൾ എന്ന പോലെ ആ ഗുഹ്യകന്മാർ പ്രയോഗിച്ച സർവമായകളും ഉടൻ നശിച്ചു.
നാരായണ ഋഷിയിൽ നിർമ്മിക്കപ്പെട്ട ആ അസ്ത്രത്തെ ധ്രുവൻ വില്ലിൽ സന്ധിച്ചപ്പോൾ തൊടുത്തപ്പോൾ ആ നാരായണാസ്ത്രത്തെ തൊടുത്തപ്പോൾ ഗന്ധർവന്മാരുടെ മായയിൽ നിന്നും ഉണ്ടായിരിക്കുന്ന മേഘങ്ങളും സമുദ്രങ്ങളും എല്ലാം പരമാർത്ഥ ജ്ഞാനോദയത്തിൽ അവിദ്യാദികൾ ആയിരിക്കുന്ന ആ പഞ്ചക്ലേശങ്ങൾ എന്ന പോലെ ക്ഷിപ്രം നശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെ വ്യാഖ്യാനം നോക്കാം നമുക്ക്. അസ്ത്രേ സന്ധീയമാനെ, അസ്ത്രം തൊടുത്തു വിട്ടപ്പോൾ ഗുഹ്യക നിർമ്മിത, ഗുഹ്യന്മാരാൽ നിർമ്മിക്കപ്പെട്ട, യക്ഷന്മാരാൽ നിർമ്മിക്കപ്പെട്ട മായയും യഥാ എപ്രകാരം ജ്ഞാനോദയം കൊണ്ട് ക്ലേശസ്തഥാ ക്ലേശങ്ങളില്ലാതാകുന്നു, അതുപോലെ ക്ലേശസ്തഥാ വിനേശുഹു അവിടെ ആ മായകളും നശിച്ചു എന്നർത്ഥം. അസ്ത്രേ സന്ധീയമാനേ ഗുഹ്യക നിർമ്മിത മായ യഥാ ജ്ഞാനോദയേ ക്ലേശാസ്തഥ വിനേശുഹു. ഒന്നും കൂടി പറയാം. അസ്ത്രേ സന്ധീയമാനേ ഗുഹ്യക നിർമ്മിത മായ യഥാ ജ്ഞാനോദയേ ക്ലേശാസ്തഥ വിനേശുഹു. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 3-ാമത്തെ ശ്ലോകം. തസ്യാർഷാസ്ത്രം ധനുഷി പ്രയുഞ്ജതഃ സുവർണപുംഖാ കളഹംസവാസസഃ വിനിസൃതാ ആവിവിശുർദ്വിഷദ്ബലം യഥാവനം ഭീമരവാഹ ശിഖണ്ഡിനഃ. തസ്യാർഷാസ്ത്രം ധനുഷി പ്രയുഞ്ജതഃ സുവർണപുംഖാഃ കളഹംസവാസസഃ വിനിസൃതാ ആവിവിശുർദ്വിഷദ്ബലം യഥാവനം ഭീമരവാഹ ശിഖണ്ഡിനഃ. ആ വില്ലിൽ ആ അസ്ത്രം അദ്ദേഹം തൊടുത്തപ്പോൾ ആ പൊൻപിടികളോട് കൂടിയിട്ടും അരയണത്തൂവലുകളോടും കൂടിയിരിക്കുന്ന ആ ശരങ്ങൾ വില്ലിൽ നിന്നും മയിലുകൾ കാട്ടിലേക്കെന്ന പോലെ ഭയങ്കര ശബ്ദത്തോടെ ആ ശത്രു സൈന്യ മധ്യത്തിലേക്ക് പ്രവേശിച്ചു എന്നർത്ഥം. ആ വില്ലിൽ ആ ഋഷിസംബന്ധിയായിരിക്കുന്ന അസ്ത്രം പ്രയോഗിച്ചപ്പോൾ, അദ്ദേഹം തൊടുത്തപ്പോൾ ആ പൊൻപിടികളോടും അതുപോലെ അരയന്നത്തൂവലോടുകൂടെ കൂടിയിരിക്കുന്ന ആ ശരങ്ങൾ വില്ലിൽ നിന്ന് മയിലുകൾ വനത്തിൽ കാട്ടിലേക്കെന്ന പോലെ ഭയങ്കര ശബ്ദത്തോടെ ആ ശത്രു സൈന്യ മധ്യത്തിൽ പ്രവേശിച്ചു. തസ്യാശ്രാസ്ത്രം ഋഷിയാൽ നിർമ്മിക്കപ്പെട്ട നാരായണ ഋഷിയാൽ നിർമ്മിക്കപ്പെട്ട അസ്ത്രം ധനുഷി പ്രയുഞ്ജിത പ്രയോഗിച്ചപ്പോൾ സുവർണപുംഖാഹ സ്വർണ്ണ പിടികളോട് കൂടിയതും കളഹംസവാസസഹ അരയന്നത്തൂവലോട് കൂടിയതുമായിരിക്കുന്ന വിനിസൃത അസ്ത്രങ്ങൾ വിനിസൃത ആവിവിശുർ ദുഷദ്ബലം ആ വില്ലിൽ നിന്നും പ്രവേശിച്ചു. എങ്ങോട്ട്? കാട്ടിൽ ഈ സമരമധ്യത്തിലേക്ക് ആവിവിശുർ ദുഷത് ബലം ശത്രു സൈന്യ മധ്യത്തിലേക്ക് പ്രവേശിച്ചു. യഥാ വനം എപ്രകാരം വനത്തിൽ ഭീമരവാം ഭയങ്കര ശബ്ദത്തോടെ മയിലുകൾ ശിഖണ്ഡിന മയിലുകൾ ഭയങ്കര ശബ്ദത്തോടെ കാട്ടിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ഭയങ്കര ശബ്ദത്തോടെ ഈ അസ്ത്രങ്ങൾ സൈന്യ മധ്യത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ധനുഷി വില്ലിൽ, ആർഷാസ്ത്രം ഋഷി സംബന്ധിയായിരിക്കുന്ന അസ്ത്രം, അതായത് നാരായണ ഋഷിയാൽ ഉണ്ടാക്കിയ അസ്ത്രം അർത്ഥം. തസ്യ അദ്ദേഹം പ്രയുഞ്ജത ധ്രുവൻ പ്രയോഗിച്ചപ്പോൾ പ്രയുഞ്ജത സദഹ തൊടുത്തപ്പോൾ സുവർണപുംഖാഹ ആ പൊൻപിടികളോടും കളഹംസവാസസഹ തൂവലുകളോടും കൂടിയ ആ ശരങ്ങൾ വിനിസൃതാഹ ആ വില്ലിൽ നിന്നും ശിഖണ്ഡിനഹ മയിലുകൾ വനം യഥാ കാട്ടിലേക്ക് എന്ന പോലെ ഭീമരവാഹ ആ ഭയങ്കര ശബ്ദത്തോടെ ദ്വിഷദ്ബലം ശത്രു സൈന്യ മധ്യത്തിൽ ആവിവിശുഹു പ്രവേശിച്ചു. ഒന്നുകൂടി പറയാം. ധനുഷി വില്ലിൽ, ആർഷാസ്ത്രം ഋഷി സംബന്ധിയായിരിക്കുന്ന അസ്ത്രം, തസ്യ അദ്ദേഹം പ്രയുഞ്ജത സതഹ തൊടുത്തപ്പോൾ സുവർണപുംഖാഹ പൊൻപിടികളോടും കളഹംസവാസസഹ അരയന്നത്തൂവലുകളോടും കൂടിയ ആ ശരങ്ങൾ വിനിസൃതാഹ വില്ലിൽ നിന്നും ശിഖണ്ഡിനഹ മയിലുകൾ വനം യഥാ കാട്ടിലേക്ക് എന്ന പോലെ
ഭീമരവാഹ ഭയങ്കര ശബ്ദത്തോടെ ശത്രു സൈന്യമധ്യത്തിൽ ആവിവിശുഹു പ്രവേശിച്ചു. സ്വർണ്ണപ്പിടിയോടും അരയണ്ണങ്ങളുടെ ചിറക് പോലെയുള്ള തൂവലുകളോടും കൂടിയ നാരായണാസ്ത്രങ്ങൾ ധ്രുവൻ്റെ വില്ലിൽ നിന്നും ബഹിർഗമിച്ചു. ശബ്ദകോലാഹലത്തോടെ മയിലുകൾ വനത്തിൽ പ്രവേശിക്കുന്ന പോലെ അവ ശത്രു സൈന്യത്തിൻ്റെ ഇടയിലേക്ക് പാഞ്ഞെത്തി. അതിലത്തെ അന്വയം വന്നിട്ട് ധനുഷി ആർഷാസ്ത്രം തസ്യ പ്രയുഞ്ജതഃ സതഃ സുവർണപുങ്ഖാഃ കളഹംസവാസസഃ വിനിസൃതാഃ ശിഖണ്ഡിനഃ വനം യഥാ ഭീമരവാഃ ദ്വിഷദ്ബലം ആവിശു. എന്നുകൂടി പറയാം. ധനുഷി ആർഷാസ്ത്രം തസ്യ പ്രയുഞ്ജതഃ സുവർണപുങ്ഖാഃ കളഹംസവാസസഃ വിനിസൃതാഃ ശിഖണ്ഡിനഃ വനം യഥാ ഭീമരവാഃ ദ്വിഷദ്ബലം ആവിശു. സ്വർണ്ണപ്പിടിയോടും അരയണ്ണങ്ങളുടെ ചിറക് പോലെയും ഉള്ള തൂവലുകളോടും കൂടിയ ആ നാരായണാസ്ത്രങ്ങൾ ധ്രുവൻ്റെ വില്ലിൽ നിന്നും ബഹിർഗമിച്ചു. ശബ്ദകോലാഹലത്തോടെ മയിലുകൾ വനത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവ ശത്രു സൈന്യത്തിൻ്റെ ഇടയിലേക്ക് പാഞ്ഞെത്തി. ധ്രുവൻ നാരായണാസ്ത്രം വില്ലിൽ തൊടുത്തപ്പോൾ സ്വർണ്ണപ്പിടികളോട് കൂടിയവയും അരയന്ന ചിറകുകളോട് കൂടിയവയും ആയിരിക്കുന്ന അസ്ത്രങ്ങൾ വില്ലിൽ നിന്നും പുറപ്പെട്ട് ശബ്ദകോലാഹലം മുഴക്കിക്കൊണ്ട് മയിലുകൾ വനത്തിലേക്കെന്ന പോലെ ശത്രു സൈന്യത്തിൽ കടന്നു ചെന്നു. അസഹ്യമായ നാരായണ ഋഷിയാൽ നിർമ്മിക്കപ്പെട്ട ആ അസ്ത്രത്തെ ധ്രുവൻ വില്ലിൽ സന്ധിച്ചപ്പോൾ സ്വർണ്ണ പിടികളോടും ഹംസങ്ങളുടെ തൂവലുകളോടും കൂടിയ ആ ശരങ്ങൾ അതിൽ നിന്നും പുറപ്പെട്ടിട്ട് ഉച്ചത്തിൽ കേകാരം പുറപ്പെടുവിച്ചുകൊണ്ട് മയിലുകൾ കാടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നത് പോലെ ശത്രു സൈന്യങ്ങളുടെ നേർക്ക് അത് പാഞ്ഞു തുടങ്ങി. വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. നാരായണാസ്ത്രത്തോ ബാണഃ നാരായണ അസ്ത്രം ആകുന്ന ആ ബാണാഹ നിർഗത്യ അതിനെ വിട്ടപ്പോൾ ശത്രുസൈന്യം വിവിശുഹു. അത് നാരായണാസ്ത്രം പുറത്തേക്ക് പോയിട്ട് ആ ശത്രു സൈന്യത്തിലേക്ക് എത്തിപ്പെട്ടു. അവിടെ പ്രവേശിച്ചു, ശത്രു സൈന്യത്തിൽ പ്രവേശിച്ചു. നാരായണാസ്ത്രത്തോ ബാണാഹ നാരായണാസ്ത്രത്തിൽ നിന്നും ആ ബാണങ്ങൾ നിർഗമിച്ചിട്ട് ശത്രു സൈന്യം വിവിശു ശത്രു സൈന്യത്തിൽ പ്രവേശിച്ചു എന്നർത്ഥം. നാരായണാസ്ത്രത്തോ ബാണാഹ നിർഗത്യ ശത്രു സൈന്യം വിവിശു എന്നുള്ളതാണ് വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. അപ്പോൾ നാരായണ ഋഷിയാണ് നാരായണാസ്ത്രത്തിൻ്റെ ദേവത. അതാണ് ആർഷാസ്ത്രം എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ അടുത്തത് 4-ാമത്തെ ശ്ലോകം. തൈ സ്തിഗ്മധാരൈ പ്രധനേ ശിലീമുഖൈ ഇതസ്തത പുണ്യജനാ ഉപദ്രുതാ തമഭ്യധാവൻ കുപിതാ ഉദായുധാ സുപർണമുന്നദ്ധ ഫണാ ഇവാഹയ. എന്നുകൂടി പറയാം. തൈ സ്തിഗ്മധാരൈ പ്രധനേ ശിലീമുഖൈർ ഇതസ്തത പുണ്യജനാ ഉപദ്രുതാ തമഭ്യധാവൻ കുപിതാ ഉദായുധാ സുപർണമുന്നദ്ധ ഫണാ ഇവാഹയ. അപ്പോൾ മൂർച്ചയുള്ള മൂർച്ചയുള്ള അശരങ്ങളാൽ യുദ്ധത്തിൽ അങ്ങും ഇങ്ങും വിരട്ടപ്പെട്ടിട്ട് വിരട്ടപ്പെട്ട് ദ്രോഹം സഹിക്കവയ്യാതെ ക്രുദ്ധരായിട്ട് ആ യക്ഷന്മാർ ആ ഫണമുയർത്തിയ സർപ്പങ്ങൾ ഗരുഡൻ്റെ നേരെ എന്ന പോലെ ആയുധധാരികളായിട്ട് അദ്ദേഹത്തിൻ്റെ അരികത്തിലേക്ക് പാഞ്ഞെത്തി. തൈ സ്തിഗ്മഗതൈ പ്രധാന ശിലീമുഖൈ മൂർച്ചയുള്ള ആ ശരങ്ങളാൽ ഇതസ്തത അങ്ങും ഇങ്ങും പുണ്യജനാ പുണ്യജനാ ഉപദ്രുത യക്ഷന്മാർ വിരട്ടപ്പെട്ടു. ഉപദ്രുത എന്നുണ്ട്. തമഭ്യധാവൻ അങ്ങനെ പാഞ്ഞെത്തി. അപ്പോൾ ഉപദ്രവം സഹിക്കവയ്യാതെ അവർ പാഞ്ഞെത്തി. കുപിതന്മാരായിട്ട് ഉദായുധ ആയുധങ്ങളെടുത്തിട്ട് അവർ തിരിച്ച് പാഞ്ഞെത്തി. എങ്ങനെ? സുപർണമുന്നദ്ധ ഫണായു ഇവാഹയ അതായത് ഗരുഡൻ്റെ നേരെ
എന്ന പോലെ സർപ്പങ്ങൾ എന്ന പോലെ ഗരുഡൻ്റെ നേരെ സർപ്പങ്ങൾ ചീറ്റി വരുന്നത് പോലെ ആയുധധാരികളായിട്ട് അദ്ദേഹത്തിനെതിരെ പാഞ്ഞെത്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ തൈഹി തിഗ്മധാരൈഹി മൂർച്ചയുള്ള, ശിലീമുഖൈഹി ശരങ്ങളാൽ, പ്രധനെ യുദ്ധത്തിൽ ഇതസ്തതഃ അങ്ങുമിങ്ങും, ഉപദ്രുതാഹ വിരട്ടപ്പെട്ട്, കുപിതാഹ ക്രുദ്ധനായിരിക്കുന്ന, പുണ്യജനാഹ യക്ഷന്മാർ, ഉന്നദ്ധഫണാഹ ഫണമുയർത്തിയ, അഹയഹ സർപ്പങ്ങൾ, സുപർണം ഇവ ഗരുഡൻ്റെ നേരെ എന്ന പോലെ, ഉദായുധാഹ ആയുധധാരികളായിട്ട്, തം അദ്ദേഹത്തിനെതിരെ അഭ്യധാവൻ പാഞ്ഞെത്തി. ഒന്നും കൂടി പറയാം. തൈഹി തിഗ്മധാരൈഹി മൂർച്ചയുള്ള, ശിലീമുഖൈഹി ശരങ്ങളാൽ, പ്രധനെ യുദ്ധത്തിൽ, ഇതസ്തതഃ അങ്ങുമിങ്ങും, ഉപദ്രുതാഹ വിരട്ടപ്പെട്ട്, കുപിതാഹ ക്രുദ്ധനായിരിക്കുന്ന, പുണ്യജനാഹ അയക്ഷന്മാർ, ഉന്നദ്ധഫണാഹ ഫണം ഉയർത്തിയ, അഹയഹ സർപ്പങ്ങൾ, സുപർണം ഇവ ഗരുഡൻ്റെ നേരെ എന്ന പോലെ, ഉദായുധാ ആയുധധാരികളായിട്ട്, തം അദ്ദേഹത്തിനെതിരെ അഭ്യധാവൻ പാഞ്ഞെത്തി. അതിലത്തെ അന്വയം വന്നിട്ട് തൈഹി തിഗ്മധാരൈഹി ശിലീമുഖൈഹി പ്രധനെ ഇതസ്തതഃ ഉപദ്രുതാഹ കുപിതാഹ പുണ്യജനാഹ ഉന്നദ്ധഫണാഹ അഹയഹ സുപർണം ഇവ ഉദായുധാഹ തം അഭ്യധാവൻ. എന്നുകൂടി പറയാം. തൈഹി തിഗ്മധാരൈഹി ശിലീമുഖൈഹി പ്രധനെ ഇതസ്തതഃ ഉപദ്രുതാഹ കുപിതാഹ പുണ്യജനാഹ ഉന്നദ്ധഫണാഹ അഹയഹ സുപർണം ഇവ ഉദായുധാഹ തം അഭ്യധാവൻ. അതിമൂർച്ചയുള്ള ധ്രുവൻ്റെ അസ്ത്രങ്ങളാൽ മുറിവേറ്റ യക്ഷന്മാരെ കുപിതരായിട്ട് ആയുധങ്ങളും ഏന്തിക്കൊണ്ട് ഗരുഡൻ്റെ നേർക്ക് ഫണങ്ങൾ ഉയർത്തി വരുന്ന സർപ്പങ്ങളെപ്പോലെ ധ്രുവൻ്റെ നേരെ ഓടിയണഞ്ഞു. ഏറെ മൂർച്ചയുള്ള അസ്ത്രങ്ങളാൽ പീഡിതരായ തീർന്ന യക്ഷന്മാർ കോപിച്ചിട്ട് ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് സർപ്പങ്ങൾ ഫണങ്ങൾ ഉയർത്തി ഗരുഡൻ്റെ നേരെ എന്ന പോലെ ഓടിച്ചെന്നു. ആ യുദ്ധത്തിൽ നേരിട്ട് പാഞ്ഞു വരുന്ന അസഹ്യമായിട്ടുള്ള മൂർച്ചയോട് കൂടിയിരിക്കുന്ന ആ ശരങ്ങളേറ്റിട്ട് ആ യുദ്ധ സ്ഥലത്തിൽ നിന്ന് ആ നാലുപാടും പോയ ഗുഹ്യകന്മാർ പിന്നെയും ഒന്നിച്ചു ചേർന്ന് ആയുധങ്ങളെയും ഉയർത്തിപ്പിടിച്ച് കോപത്തോടുകൂടെ പടങ്ങളെ ഉയർത്തിപ്പിടിച്ച സർപ്പങ്ങൾ ഗരുഡൻ്റെ നേർക്ക് പായുന്നത് പോലെ അവൻ്റെ നേർക്ക് പാഞ്ഞു വന്നു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞാൽ നോക്കാം വ്യാഖ്യാനത്തിൽ. തഥാ യുധി അപ്പോൾ ആ യുദ്ധത്തിൽ ബാണേരുപദ്രുതാഹ ബാണങ്ങളെ കൊണ്ട് ഉപദ്രവം സഹിക്കവയ്യാതെ യക്ഷന്മാർ കുപിത കോപിച്ചിട്ട് സന്തോ ധ്രുവം അഭ്യധാവൻ അവർ ധ്രുവൻ്റെ അടുത്തേക്ക് ആയുധങ്ങളും എടുത്തിട്ട് മുന്നിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നു. തഥാ യുധി അപ്പോൾ ആ യുദ്ധത്തിൽ ബാണൈർ ഉപദ്രുത ബാണങ്ങളാൽ ഉപദ്രവിക്കപ്പെട്ടിട്ട് കുപിതാഹ യക്ഷാഹ കോപിക്കപ്പെട്ട യക്ഷന്മാർ സന്തോ ധ്രുവം അഭ്യധാവൻ ധ്രുവൻ്റെ അടുത്തേക്ക് ആയുധങ്ങളും എടുത്തിട്ട് വന്നു. ഒന്നുകൂടി പറയാം. തഥാ യുധി ബാണൈർ ഉപദ്രുതാഹ യക്ഷാ കുപിതാഹ സന്തോ ധ്രുവം അഭ്യധാവൻ ധ്രുവൻ്റെ അടുത്തേക്ക് പാഞ്ഞെത്തി എന്നർത്ഥം. അപ്പോഴത്തെ അടുത്ത ശ്ലോകം നോക്കാം. നമുക്ക് അഞ്ചാമത്തെ. സ താൻ പൃഷത് കൈരി അഭിധാവതോ മൃധേ നികൃത്തബാഹൂരു ശിരോധരോദരാൻ നിനായ ലോകം പരമർക്കമണ്ഡലം വ്രജന്തി നിർഭീദ്യ യമൂർധ്വരേതസഃ. സ താൻ പൃഷത്കൈരഭിധാവതോ മൃധേ നികൃത്തബാഹൂരു ശിരോധരോദരാൻ നിനായ ലോകം പരമർക്കമണ്ഡലം വ്രജന്തി നിർഭിദ്യ യമൂർധ്വരേതസഃ. അപ്പോൾ ധ്രുവൻ ആ യുദ്ധത്തിൽ ആ ശരങ്ങളാൽ മുറിവേറ്റു. ധ്രുവനും ആ യക്ഷന്മാരാൽ മുറിവേറ്റു. അങ്ങനെ കൈ, കഴുത്ത്, വയറ് എന്നീ അവയവങ്ങളോടെ ഓടിയണയുന്ന അവരെ
അവരെ ധ്രുവൻ ആദിത്യമണ്ഡലം പിളർന്ന് യതിവര്യന്മാർ യാതൊരിടത്ത് എത്തുന്നുവോ ആ പരലോകത്തിലേക്ക് അവരെ നയിച്ചു. അപ്പോൾ ധ്രുവൻ അങ്ങനെയല്ല, ധ്രുവൻ അദ്ദേഹം മൃധേ ആ യുദ്ധത്തിൽ ആ ശരങ്ങളാൽ മുറിവേറ്റിട്ടുള്ള ആ കൈ, തുട, കഴുത്ത്, വയറ് എന്നീ അവയവങ്ങൾ ഛേദിക്കപ്പെട്ട ഓടിയണയുന്ന ആ തൻ്റെ നേർക്ക് ഓടിയണയുന്ന ആ പടകളെ, ആ യക്ഷന്മാരുടെ പടകളെ ആദിത്യമണ്ഡലം പിളർന്നിട്ട് ആ യതിവര്യന്മാർ യാതൊരിടത്ത് എത്തുന്നുവോ അതുപോലെ ആ പരലോകത്തിലേക്ക് അവരെ നയിച്ചു. അവരെ അങ്ങോട്ട് അസ്ത്രപ്രയോഗത്തിൽ അവരെ കൊന്നു, നിഹരിച്ചു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. സഹ അദ്ദേഹം, മൃധേ യുദ്ധത്തിൽ, പൃഷത്കൈഹി ആ ശരങ്ങളാൽ, നികൃത്തബാഹൂരു ശിരോധരോധരാൻ ആ മുറിവേറ്റ് കൈ, തുട, കഴുത്ത്, വയറ് എന്നീ അവയവങ്ങളോടെ, അഭിധാവത ഓടിയണയുന്ന താൻ അവരെ ആ യക്ഷന്മാരെ, അർക്കമണ്ഡലം ആദിത്യമണ്ഡലം നിർഭിദ്യ പിളർന്ന്, ഊർധ്വരേതസഹ യതിവര്യന്മാർ യം യാതൊരിടത്ത് വ്രജന്തി എത്തിക്കുന്നുവോ പരം ലോകം ആ പരലോകത്തിലേക്ക് നിനായ നയിച്ചു. എന്നുകൂടി പറയാം. സഹ അദ്ദേഹം ധ്രുവൻ, മൃധേ ആ യുദ്ധത്തിൽ, പൃഷത്കൈഹി യുദ്ധത്തിൽ ആ ശരങ്ങളാൽ, നികൃത്തബാഹൂരു ശിരോധരോധരാൻ മുറിവേറ്റ് കൈ, തുട, കഴുത്ത്, വയറ് എന്നീ അവയവങ്ങളോടെ, അഭിധാവത ഓടിയണയണ ആ യക്ഷന്മാരെ അർക്കമണ്ഡലം ആദിത്യമണ്ഡലം നിർഭിദ്യ പിളർന്ന്, ഊർധ്വരേതസഹ യതിവര്യന്മാർ യാതൊരിടത്ത് വ്രജന്തി എത്തുന്നുവോ പരം ലോകം ആ പരലോകത്തിലേക്ക് നിനായ നയിച്ചു. ഇവിടെ വന്നിട്ട് അന്വയം വന്നിട്ട് സഹ മൃധേ പൃഷത്കൈഹി നികൃത്തബാഹൂരു ശിരോരുധരോധരാൻ അഭിധാവത താൻ അർക്കമണ്ഡലം നിർഭിദ്യ ഊർധ്വരേതസഹ യം വ്രജന്തി പരം ലോകം നിനായ. എന്നുകൂടി പറയാം. സഹ മൃധേ പൃഷത്കൈഹി നികൃത്തബാഹൂരു ശിരോധരോധരാൻ അഭിധാവത താൻ അർക്കമണ്ഡലം നിർഭിദ്യ ഊർധ്വരേതസഹ യം വ്രജന്തി പരലോകം നിനായ. തൻ്റെ ആ ശരങ്ങളാൽ കൈകൾ, തുടകൾ, കഴുത്ത്, വയറ് മുതലായ അവയവങ്ങൾ ഛേദിക്കപ്പെട്ട യക്ഷന്മാരെ സൂര്യമണ്ഡലം ഭേദിച്ച് യോഗിവര്യന്മാർ ഏതൊരു പരമപദത്തെ പ്രാപിക്കുന്നുവോ ആ സ്ഥാനത്തേക്ക് അയച്ചു. അപ്പോൾ യുദ്ധത്തിൽ തൻ്റെ നേർക്ക് ഓടി വരുന്ന ആ തൻ്റെ അസ്ത്രത്താൽ കൈ, തുട, കഴുത്ത്, ഉദരം മുതലായ അവയവങ്ങൾ തകർന്നവരും ആയിരിക്കുന്ന ആ ഗുഹ്യകന്മാരെ, നിത്യ ബ്രഹ്മചാരികൾ സൂര്യമണ്ഡലം ഭേദിച്ച് പ്രാപിക്കുന്ന ദിവ്യലോകത്തിലേക്ക് പോലെ ആ പരലോകത്തിലേക്ക് അവരെ നയിച്ചു. പരലോകത്തിലേക്ക് അവരെ നയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ യുദ്ധത്തിൽ നേരിട്ട് പാഞ്ഞു വരുന്ന അവരുടെ ആ കൈകൾ, തുടകൾ, കണ്ഠങ്ങൾ, ഉദരങ്ങൾ എന്നീ ഭാഗങ്ങളെ ബാണങ്ങൾ കൊണ്ട് മുറിച്ചിട്ട് ആ യോഗികൾ യോഗബലത്താൽ സൂര്യമണ്ഡലത്തെയും അതിക്രമിച്ച് ചെല്ലുന്ന ആ പരമോത്കൃഷ്ട സ്ഥാനത്തെ പ്രാപിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ നോക്കാം. വ്യാഖ്യാനത്തിൽ ധ്രുവസ്തു ബാണൈർ യക്ഷാൻ, ധ്രുവൻ്റെ ബാണം കൊണ്ട് യക്ഷാൻ ഛിന്നന്മാരായി. എന്നിട്ട് ബാഹൂരു ശിരോധരോധരാൻ കഴുത്ത്, കൈകൾ തുടങ്ങിയിട്ടുള്ള ആ ഛിന്നമായിട്ടുള്ള അവയവങ്ങളോട് കൂടിയിട്ട് എന്ത് ചെയ്തു? കൃത്വ പരലോകം നിനായ അവർ പരലോകം പ്രാപിപ്പിച്ചു അവരെ. ധ്രുവസ്തു ബാണേർ ധ്രുവൻ്റെ ബാണങ്ങളാൽ യക്ഷാൻ ആ യക്ഷന്മാർ ഛിന്നമായി ഭേദിക്കപ്പെട്ടു. എന്തൊക്കെ? ബാഹൂരു ശിരോധർ, ബാഹു ഊരു ശിരസ്, വയറ് ഒക്കെ ആ അംഗഭംഗമൊക്കെ വന്നിട്ട് അവർ പരലോകത്തിലേക്ക് പ്രവേശിച്ചു. കൃത്വ പരലോകം നിനായ. ഒന്നും കൂടി പറയാം. ധ്രുവസ്തു ബാണേർ യക്ഷാൻ ഛിന്ന ബാഹൂരു ശിരോധരോധരാൻ കൃത്വ പരലോകം നിനായ. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമ്മൾക്ക്.
ആറാമത്തെ ശ്ലോകം. അപ്പോൾ യോഗസിദ്ധി ആർജിച്ചിരിക്കുന്ന യതിവര്യനും യുദ്ധത്തിൽ മൃത്യു സംഭവിച്ച പോരാളിക്കും മാത്രമേ സൂര്യമണ്ഡലം ഭേദിച്ച് അതിനപ്പുറത്തുള്ള ദിവ്യലോകങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന് ഈ പരാശര വചനം ഇതിൽ നിന്ന് നമുക്ക് തെളിവാണ്. ദ്വാവിമൗ പുരുഷൗ ലോകേ സൂര്യമണ്ഡലഭേദിനൗ പരിവ്രജകന്മാർക്കും യോഗയുക്തശ്ച യോഗയുക്തന്മാരായിട്ടുള്ളവർക്ക് രണേ ചാഭിമുഖോ ഹത രണഭൂമിയിൽ മരിച്ചിട്ടുള്ള അവർക്കും രണ്ടുപേർക്കും മാത്രമേ ആ ദിവ്യലോകങ്ങളിലേക്ക് ചെന്നുപെടാൻ പ്രവേശിക്കാൻ അർഹതയുള്ളൂ എന്നാണ് പറയുന്നത്. പരാശരൻ്റെ വചനപ്രകാരം പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. ആറാമത്തെ. താൻ ഹന്യമാനാൻ അഭിവീക്ഷ്യ ഗുഹ്യകാൻ അനാഗസശ്ചിത്രരഥേന ഭൂരിശ ഔത്താനപാദീം കൃപയാ പിതാമഹോ മനുർജഗാദോപഗത സഹർഷിഭി. താൻ ഹന്യമാനാൻ അഭിവീക്ഷ്യ ഗുഹ്യകാൻ അനാഗസശ്ചിത്രരഥേന ഭൂരിശ ഔത്താനപാദീം കൃപയാ പിതാമഹോ മനുർജഗാദോപഗത സഹർഷിഭി. ആ വിചിത്രമായിട്ടുള്ള രഥത്തോടു കൂടിയവൻ ആണ് ആ ധ്രുവൻ. ആ ധ്രുവനാൽ അസംഖ്യം ആ നിരപരാധികളായിരിക്കുന്ന ആ ഗുഹ്യകന്മാർ യക്ഷന്മാർ നിരപരാധികളായിട്ടുള്ള അനവധി ഗുഹ്യകന്മാർ വധിക്കപ്പെട്ടു. അതിനെ കണ്ടിട്ട് അത് കണ്ടിട്ട് മുത്തച്ഛനായിരിക്കുന്ന സ്വയംഭൂവമനു എന്ത് ചെയ്തു? സ്വയംഭൂവമനു മുനിമാരെയും കൂട്ടിയിട്ട് അവിടെ വന്ന് ദയഹേതുവായിട്ട് അവിടെ ചെന്നിട്ട് ആ ധ്രുവനോടായിട്ട് പറയുകയാണ്. ജഗാത താൻ ഹന്യമാനാൻ അഭിവീക്ഷ്യ ആ യക്ഷന്മാരെ കൊല്ലുന്നത് കണ്ടിട്ട് ഗുഹ്യകാൻ അനാഗസാൻ നിരപരാധികളായിട്ടുള്ള ഗുഹ്യന്മാരെ ചിത്രരഥേന തൻ്റെ ആ ചിത്രരഥത്തിൽ കയറിയിട്ട് ഭൂരിശ അങ്ങനെ അസംഖ്യം ആൾക്കാരെ കൊന്നപ്പോൾ ഔത്താനപാദിയും ആ ഉത്താനപാദ പുത്രനോട് കൃപ തോന്നിയിട്ട് പിതാമഹനായിരിക്കുന്ന മനുർ ജഗാത മനു വന്നു. ഉപഗത മുമ്പിൽ വന്നു. സഹർഷിഭി ഋഷിമാരോട് കൂടി അവിടെ വന്ന് പറഞ്ഞു. ജഗാത പറഞ്ഞു. ഇതിലത്തെ പദങ്ങളെ ചിത്രരഥേന വിചിത്രമായ രഥത്തോടു കൂടിയവനാൽ ധ്രുവനാൽ അർത്ഥം. ചിത്രരഥേന എന്നുള്ളത് ധ്രുവനാൽ എന്നുള്ളതിന് വേണ്ടി പ്രയോഗിച്ചിരിക്കുന്നതാണ്. വിചിത്രമായ രഥത്തോടു കൂടിയവനാൽ ഭൂരിശഃ അസംഖ്യം അനാഗസഃ നിരപരാധികളായിരിക്കുന്ന താൻ ഗുഹ്യകാൻ ആ യക്ഷന്മാർ ഹന്യമാനാൻ വധിക്കപ്പെടുന്നതായിട്ട് അഭിവീക്ഷ്യ കണ്ടിട്ട് പിതാമഹ മുത്തച്ഛനായിരിക്കുന്ന മനു സ്വയംഭുവ മനു ഋഷിഭീ സഹ മുനിമാരോട് കൂടിയിട്ട് കൃപയാ ദയഹേതുവായിട്ട് ഉപഗത അവിടെ വന്ന് ഔത്താനപാദിയും ധ്രുവനോട് ജഗാത പറഞ്ഞു. എന്നുകൂടി പറയാം. ചിത്രരഥേന വിചിത്രമായിരിക്കുന്ന രഥത്തോടു കൂടിയവനാൽ ധ്രുവനാൽ ഭൂരിശഃ അസംഖ്യം അനാഗസഃ നിരപരാധികളായിരിക്കുന്ന താൻ ഗുഹ്യകാൻ ആ യക്ഷന്മാർ ഹന്യമാനാൻ വധിക്കപ്പെടുന്നതായിട്ട് അഭിവീക്ഷ്യ കണ്ടിട്ട് പിതാമഹ മുത്തച്ഛനായിരിക്കുന്ന മനുഹു സ്വയംഭുവ മനു ഋഷിഭീ സഹ മുനിമാരോടുകൂടി കൃപയാ ദയഹേതുവായിട്ട് ഉപഗത അവിടെ വന്ന് ഔത്താനപാദ്യം ധ്രുവനോട് ജഗാത പറഞ്ഞു. ഇതിലത്തെ അന്വയം വന്നിട്ട് ചിത്രരഥേന ഭൂരിശഃ അനാഗസഃ താൻ ഗുഹ്യകാൻ ഹന്യമാനാൻ അഭിവീക്ഷ്യ പിതാമഹ മനുഹു ഋഷിഭീ സഹ കൃപയാ ഉപഗത ഔത്താനപാദിം ജഗാത. എന്നുകൂടി പറയാം. ചിത്രരഥേന ഭൂരിശഃ അനാഗസഃ താൻ ഗുഹ്യകാൻ ഹന്യമാനാൻ അഭിവീക്ഷ്യ പിതാമഹ മനുഹു ഋഷിഭീ സഹ കൃപയാ ഉപഗത ഔത്താനപാദിം ജഗാത. നിരപരാധികളായിരിക്കുന്ന അനേകം യക്ഷന്മാരെ വിചിത്രതരമായിരിക്കുന്ന രഥത്തോടു കൂടിയ ധ്രുവൻ നിഗ്രഹിക്കുന്നത് കണ്ടിട്ട് അവരിൽ അനുകമ്പ തോന്നിയ ആ ധ്രുവൻ്റെ പിതാമഹനായിരിക്കുന്ന സ്വയംഭൂവമനു ഋഷിമാരോടുകൂടി അവിടെ ചെന്ന് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ കുറ്റം ചെയ്യാത്ത അനേകം യക്ഷന്മാരെ ധ്രുവൻ ഇങ്ങനെ കൊല്ലുന്നതായി കണ്ടിട്ട് ആ പിതാമഹനായിരിക്കുന്ന സ്വയംഭൂവമനു കൃപാപരവശനായിട്ട് ഋഷിമാരൊത്ത് അവിടെ എത്തി ധ്രുവനോട് പറഞ്ഞു.
അതിശയിക്കത്തക്ക തേരും അധിക ബലവും ഉള്ള ആ ധ്രുവൻ നിരപരാധികളായിരിക്കുന്ന യക്ഷന്മാരെ കൊല്ലുന്നത് കണ്ടിട്ട് കാരുണികനും പിതാമഹനുമായിരിക്കുന്ന മനു ഋഷികളോടുകൂടെ അവിടെ വന്ന് ആ ഉത്താനപാദപുത്രനോട് പറഞ്ഞു. ഇതിലത്തെ അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് നോക്കാം. ധ്രുവേണ ഹന്യമാനാൻ യക്ഷാൻ, ധ്രുവനാൽ കൊല്ലപ്പെട്ട യക്ഷന്മാരെ വീക്ഷ്യ കണ്ടിട്ട് തഥാ മനുഹു, അവിടെ ആ മനു ഋഷിഭി സഹേത്യ, ഋഷിമാരോട് കൂടിയിട്ട് ധ്രുവം ജഗാത, ധ്രുവനോട് പറഞ്ഞു എന്നുള്ളതേ പറയുന്നുള്ളൂ. ധ്രുവേണ ഹന്യമാനാൻ യക്ഷാൻ വീക്ഷ്യ തഥാ മനുഹു ഋഷിഭി സഹേത്യ ധ്രുവം ജഗാത. എന്നുകൂടി പറയാം. ധ്രുവേണ ഹന്യമാനാൻ, ധ്രുവനാൽ കൊല്ലപ്പെട്ട യക്ഷന്മാരെ വീക്ഷ്യ കണ്ടിട്ട് തഥാ മനുഹു, അപ്പോൾ പിതാമഹനായിരിക്കുന്ന മനു ഋഷിമാരോടുകൂടി സാഹിത്യ ഒന്നിച്ച് ധ്രുവം ജഗാത വന്ന് ധ്രുവനോട് പറഞ്ഞു. ധ്രുവേണ ഹന്യമാനാൻ യക്ഷാൻ വീക്ഷ്യ തഥാ മനുഹു ഋഷിഭി സാഹിത്യ ധ്രുവം ജഗാത. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 7ാമത്തെ ശ്ലോകം. മനുരുവാച, മനു പറയുകയാണ്. അലം വത്സാതിരോഷേണ തമോദ്വാരേണ പാപ്മന യേന പുണ്യജനാനേതാൻ അവധിയിൽ സ്ത്വമനാഗസ. അലം വത്സാതിരോഷേണ തമോദ്വാരേണ പാപ്മന യേന പുണ്യജനാനേതാൻ അവധിയിൽ സ്ത്വമനാഗസ. അല്ലയോ വത്സ, ഉണ്ണി. അലം വത്സ തിരോഷേണ, കോപത്താൽ അനാഗസ, നിരപരാധികളായിരിക്കുന്ന ഈ യക്ഷന്മാരെ നീ നിഗ്രഹിച്ചു. അത് ദുർഗതിക്കുള്ളതും പാപമയവുമായിരിക്കുന്ന ഹിംസയാണ് നീ ചെയ്യണത് എന്നുള്ളതാണ് പറയണത്. അലം വത്സാതിരോഷേണ, അല്ലയോ ഉണ്ണി, രോഷത്താൽ തമോദ്വാരേണ, തമസ്സിലേക്ക് അങ്ങോട്ട് പോകുന്ന പാപത്തിലേക്ക് പോകുന്ന ഒരു പ്രവൃത്തിയാണ്. പുണ്യജനാൻ, ഈ യക്ഷന്മാരെ കൊന്നിട്ട് പുണ്യജനേതാൻ അവധീസ്ത്വം അനാഗസഹ, ഈ നിരപരാധികളായിരിക്കുന്ന ഈ യക്ഷന്മാരെ കൊന്നത് ഒരു പാപത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തിയായിട്ട് തീർന്നിരിക്കുന്നു എന്നുള്ളത് പറയുകയാണ്. ഒന്നും കൂടി വലത്തെ പദങ്ങൾ പറയാം. ഹേ വത്സ, അല്ലയോ ഉണ്ണി, ഏന, ഏതൊരു കോപത്താൽ, അനാഗസഹ, നിരപരാധികളായിരിക്കുന്ന ഏതാൻ, ഈ പുണ്യജനാൻ, ഈ യക്ഷന്മാരെ, ത്വം അവധീഹി, നീ നിഗ്രഹിച്ചുവോ, തമോദ്വാരേണ, അത് ദുർഗതിക്കുള്ളതും, പാപ്മന, പാപമയവും ആയ, അതിരോഷേണ, അതിരോഷം കൊണ്ട്, ഉഗ്രകോപം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. അലം, ഇനി അത് മതിയാക്കൂ എന്നാണ് പറയുന്നത്. ഹിംസ, ഇനി അത് മതിയാക്കൂ, മതിയായി എന്ന് പറയും. ഹേ വത്സ, അല്ലയോ ഉണ്ണി, ഏന, ഏതൊരു കോപത്താൽ, അനാഗസഹ, നിരപരാധികളായിരിക്കുന്ന ഏതാൻ, ഈ പുണ്യജനാൻ, യക്ഷന്മാരെ, യക്ഷന്മാരെ, ത്വം അവധീ, നീ നിഗ്രഹിച്ചുവോ, തമോദ്വാരേണ, അത് ദുർഗതിക്കുള്ളതും, പാപ്മന, പാപമയവുമായ, അതിരോഷേണ, ഉഗ്രകോപം കൊണ്ടുള്ളതും ആയ ഹിംസ, അലം, അത് മതിയായി പറയുകയാണ്. അപ്പോൾ ഇതിൽ അന്വയം വന്നിട്ട് ഹേ വത്സ യേന അനാഗസഹ ഏതാൻ ത്വം അവധീഹി തമോദ്വാരേണ പാപ്മനാ അതിരോഷേണ അലം. ഒന്നുകൂടി പറയാം. ഹേ വത്സ യേന അനാഗസഹ ഏതാൻ പുണ്യജനാൻ ത്വം അവധീഹി തമോദ്വാരേണ പാപ്മന അതിരോഷേണ അലം. അല്ലയോ ഉണ്ണി, ഏതൊരു കോപത്താൽ നിരപരാധികളായിരിക്കുന്ന ഈ യക്ഷന്മാരെ നീ നിഗ്രഹിച്ചുവോ, അത് ദുർഗതിക്കുള്ളതും പാപമയവുമായിരിക്കുന്ന ഉഗ്രകോപം കൊണ്ടുള്ളതും ആയ ഹിംസ ആണ്, അതിനെ മതിയാക്കൂ എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അല്ലയോ വത്സ, നരകത്തിലേക്കുള്ള നയിക്കുന്നതും പാപ സ്വഭാവമുള്ളതുമായിരിക്കുന്ന കോപം ഇവിടെ മതിയാക്കൂ എന്നുള്ളതാണ്
ഇതിൽ പറയണത്, ഈ ശ്ലോകത്തിൽ പറയണത്. അപ്പോൾ നരകദ്വാരവും പാപസ്വരൂപവും ആയ കോപം കൈവെടിയുക. ആ കോപത്താലാണല്ലോ നീ കുറ്റം ചെയ്യാത്ത ഈ ഗുഹ്യകന്മാരെ കൊന്നത്. അലം വത്സാതിരോഷേണ തമോദ്വലാരേണ പാപ്മന യേന പുണ്യജനാനേതാൻ അവധീസ്തവമനാഗസ. ഹേ വത്സ, നിരപരാധികളായിരിക്കുന്ന ഈ യക്ഷന്മാരെ വധിപ്പാൻ കാരണമായിരിക്കുന്ന നിൻ്റെ ക്രോധം പാപിയും നിന്നെ നരകത്തിൽ പതിപ്പിക്കുന്നതിന് സമർത്ഥവും ആയിരിക്കുന്നതാകയാൽ ആ കോപത്തെ വിട്ടുകളയുക. ഇത്രത്തോളം സംഹരിച്ചത് മതി എന്നുള്ളതാണ് അവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. മനുരുവാച, ഹേ വത്സ, അല്ലയോ ഉണ്ണി, പാപ്മന പാപമയവും തമോദ്വാരേണ തമസിലേക്ക് നയിക്കുന്നതുമായിരിക്കുന്ന ക്രോധാന അലം, ആ ക്രോധത്തെ അവിടെ മതിയാക്കൂ എന്നാണ് പറയുന്നത്. മനുരുവാച, ഹേ വത്സ, പാപ്മന തമോദ്വാരേണ ക്രോധേനാലം, ക്രോധത്തെ അവിടെ നിർത്തൂ. ഹേ വത്സ, പാപ്മന തമോദ്വാരേണ ക്രോധേനാലം യേന നിരപരാധാൻ യക്ഷാനവധീം, അതുകൊണ്ടാണ് നീ ആ നിരപരാധികളായിരിക്കുന്ന യക്ഷന്മാരെ കൊന്നത്. അപ്പോൾ അതവിടെ നിർത്താൻ. പാപ്മന തമോദ്വാരേണ ക്രോധേനാലം യേന നിരപരാധാത് യക്ഷാൻ അവധി. എന്നുകൂടി പറയാം. ഹേ വത്സ, പാപ്മന തമോദ്വാരേണ ക്രോധേനാലം യേന നിരപരാധാത് യക്ഷാൻ അവധി എന്നാണ് ആ ശ്ലോകത്തിൽ ത്തിൻ്റെ വ്യാഖ്യാനം ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. നാസ്മൽ കുലോചിതം ദാദാ കർമ്മൈതത് സദ്വിഗർഹിതം വധോ യദുപദേവാനാം ആരബ്ധസ്തേ കൃതൈനസാം. കൂടി പറയാം. നാസ്മൽ കുലോചിതം താദാ കർമ്മൈതൽ സദ്വിഗർഹിതം വധോ യദുപദേവാനാം ആരബ്ധസ്തേ കൃതൈനസാം. അല്ലയോ ഉണ്ണി, നിന്നാൽ ആരംഭിക്കപ്പെട്ടിരിക്കുന്ന നിരപരാധികളായിരിക്കുന്ന യക്ഷന്മാരുടെ ആ നിഗ്രഹം, ഏതോ ആ പ്രവൃത്തി കാലോചിതം അത് നിൻ്റെ വംശത്തിന് ചേരാത്തതും സജ്ജനങ്ങൾ അപലപിക്കുന്നതും ആണെന്നാണ്. അസ്മത് കുലോചിതം, നിൻ്റെ കുലത്തിന് ചേരാത്തതും താത കർമ്മൈതത് കർമ്മമാണ്. പിന്നെ സജ്ജനങ്ങൾ അപലപിക്കുന്നതാണ് സദ്വിഗർഹിതം കർമ്മം. ഈ കർമ്മത്തെ എന്താണ് ആ കർമ്മം? വധോ യതുപദേവാനാം ആരബ്ധസ്തേ, നിന്നാൽ ആരംഭിക്കപ്പെട്ട അകൃതൈനസഹ, ആ നിരപരാധികളായിരിക്കുന്ന യക്ഷന്മാരുടെ നിഗ്രഹം, അത് വളരെയധികം നിനക്ക് ചേരാത്തതും അതുപോലെ നല്ല ആൾക്കാർ അതിനെപ്പറ്റി അപലപിക്കണവുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് എന്ന് ധരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പദങ്ങൾ നോക്കാം. ഹേ താത, അല്ലയോ ഉണ്ണി, തേ ത്വയ, നിന്നാൽ, ആരബ്ധ ആരംഭിക്കപ്പെട്ട, അകൃതൈനസാം നിരപരാധികളായിരിക്കുന്ന, ഉപദേവാനാം ഈ യക്ഷന്മാരുടെ വധ നിഗ്രഹം, യത് ഏതോ ഏതത് കർമ്മ ആ പ്രവൃത്തി, അസ്മത് കുലോചിതം നമ്മുടെ വംശത്തിന് ചേരാത്തതും, സദ്വിഗർഹിതം സജ്ജനങ്ങൾ അപലപിക്കുന്നതും ആണ്. ഒന്നും കൂടി പറയാം. ഹേ താത, അല്ലയോ ഉണ്ണി, തേ ത്വയ നിന്നാൽ, ആരബ്ധ ആരംഭിക്കപ്പെട്ട, അകൃതൈനസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരപരാധികളായിരിക്കുന്ന, ഉപദേവാനാം യക്ഷന്മാരുടെ വധ നിഗ്രഹം, യത് ഏതോ ഏതത് കർമ്മ അത് ആ കർമ്മം ആ പ്രവൃത്തി, അസ്മത് കുലോചിതം നമ്മുടെ വംശത്തിന് ചേരാത്തതും, സദ്വിഗർഹിതം സജ്ജനങ്ങൾ അപലപിക്കുന്നതും ആണ്. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഹേ താത തേ ത്വയാ ആരബ്ധ അകൃതേനസാം ഉപദേവാനാം വധ യത് ഏതത് കർമ്മ അസ്മത് കുലോചിതം സദ്വിഗർഹിതം എന്നുകൂടി പറയാം. ഹേ താത
തേ ത്വയാ ആരബ്ധ അകൃതൈനസാം ഉപദേവാനാം വധഃ യത് ഏതത് കർമ്മ അസ്മത്കുലോചിതം ന സദ്വിഗർഹിതം. അപ്പോൾ ആ കോപത്താലാണ് അങ്ങൊന്ന് നിരപരാധികളായിരിക്കുന്ന യക്ഷന്മാരെ നിഗ്രഹിച്ചത്. നിരപരാധികളായ യക്ഷന്മാരെ അങ്ങൊന്ന് നിഗ്രഹിച്ച പ്രവൃത്തി സജ്ജനങ്ങൾ നിന്ദിക്കുന്നതാണ്, നമ്മുടെ വംശത്തിൻ്റെ പാരമ്പര്യത്തിന് നിരക്കുന്നതും അല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അപരാധം ചെയ്യാത്ത ഗുഹ്യകന്മാരെ കൊന്നത് സജ്ജനങ്ങളാൽ നിന്ദിക്കപ്പെടുന്നതും നമ്മുടെ കുലത്തിന് യോജിക്കാത്തതുമായിരിക്കുന്ന ഹിംസാപ്രവൃത്തിയാണ്. ഹേ വത്സ, നിരപരാധികളായിരിക്കുന്ന ഗുഹ്യകന്മാരെ വധിക്കാനായി നീ ആരംഭിച്ചിരിക്കുന്ന ഈ കർമ്മം സജ്ജനങ്ങൾക്ക് വെറുപ്പ് തോന്നിപ്പിക്കുന്നതാകയാൽ ശാസ്ത്രമാർഗം ആദരിച്ച് നടക്കുന്ന നമ്മുടെ കുലത്തിന് യോഗ്യമായിട്ടുള്ളതല്ല. അതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് ഏതത് സദ്ഭിർനിന്ദിതം, സത്തുക്കളായിട്ടുള്ള ആൾക്കാർ നിന്ദിക്കപ്പെടുന്ന കർമ്മം സ്മത് കുലോചിതം, അത് നമ്മളെ കുലത്തിന് യോജിക്കുന്നത് ന, കുലോചിതം ന. ഏത് ഉപദേവാനാം വധ ആരബ്ധം, ഉപദേവന്മാരെ ഈ യക്ഷന്മാരെ വധിക്കാൻ ആരംഭിച്ചിട്ടുള്ള ഇതം ന ന്യായം, ഇത് ന്യായമല്ല. ഈ യക്ഷന്മാരെ ഇങ്ങനെ വധിക്കുന്നത് ഒട്ടും ന്യായം അല്ല. അത് സജ്ജനങ്ങളാൽ നിന്ദിക്കപ്പെടുന്നതും അതുപോലെ സ്വന്തം കുലത്തിന് യോജിക്കാത്തതുമാണ്. അപ്പം ഏതത് സദ്ഭിർനിന്ദിതം കർമ്മ ആസ്മത് കുലോചിതം ന, ഏതത് സദ്ഭിർനിന്ദിതം കർമ്മ ആസ്മത് കുലോചിതം ന ഉപദേവാനാം വധ ആരബ്ധ ഇതം ന ന്യായം എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. ഏതൽ സദ്ഭിർനിന്ദിതം, ഇത് ഇങ്ങനെ ചെയ്യുന്ന കർമ്മം സത്തുക്കളായിട്ടുള്ള ആൾക്കാരാൽ നിന്ദിക്കപ്പെടുന്നതാണ്. കർമ്മ അസ്മത് കുലോചിതം ന, നമ്മുടെ ഈ കുലത്തിൻ്റെ കർമ്മ ആസ്മത്, ഈ കർമ്മങ്ങൾ നമ്മുടെ കുലത്തിന് യോജിക്കുന്നതല്ല. ഉപദേവാനാം വധം ആരബ്ധ, ഈ യക്ഷന്മാരെ വധിക്കാൻ തുടങ്ങിയത് ഇതെന്ന ന്യായം, ഇവിടെ ന്യായം അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടി അത് വായിക്കാം. ഏതത് സദ്ഭിർനിന്ദിതം കർമ്മ ആസ്മത് കുലോചിതം ന ഉപദേവാനാം വധ ആരബ്ധ ഇതെന്ന ന്യായം. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ.